ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പുളി ഇഞ്ചിയാണ്, അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും വലിയ കഷ്ണമായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇതിന് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഒന്ന് നല്ലതായിട്ട് കൊത്തി അരിയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ. ഇഞ്ചി നല്ല പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞതിന് ശേഷം ഇതൊരു 1/3 കപ്പ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3-4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ഈ പുളി ഒന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പുളി നല്ല പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു വരും. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം, പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇത് നല്ല മൂക്കെ വറുത്തെടുക്കാം. അപ്പം ഇതൊക്കെ ഒന്ന് നല്ല ഇഞ്ചി നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം. ഇതേപോലെ ഇഞ്ചി പൊടിയായിട്ട് അരിയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെ അത് എണ്ണയിലൊന്ന് നല്ല മൂക്കെ ഒന്ന് വറുത്ത് കോരിയാൽ മതി കേട്ടോ. എന്നിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ കുഞ്ഞിതായിട്ട് കിട്ടും. അതുപോലെ ഇതിന് എടുക്കുമ്പോൾ മൂത്ത ഇഞ്ചി തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് മൂത്ത ഇഞ്ചിയൊക്കെ എന്നാൽ ഇതുപോലെ പൊടിയായിട്ട് കരിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല ബ്രൗൺ നിറായിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഇതുപോലെ മൂപ്പിക്കുമ്പോൾ പാത്രത്തിലേക്ക് ഒന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങോട്ട് ഇളകി വന്നോളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ അത്രയും ചേർത്താൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ ഇഞ്ചിക്ക് എരിവുണ്ട്, പച്ചമുളകിന് എരിവുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ആ പൊടികളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മൂക്കൂട്ടാം. മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇഞ്ചി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരണം. ഇതിലൊഴിച്ച് തന്നെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ അടിയിലൊക്കെ ഒന്ന് ഇഞ്ചി പിടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇളകി വരും കേട്ടോ. ഈ പുളിയിഞ്ചി ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കേ നല്ലതായിട്ട് തുമ്മുമൊക്കെ ചെയ്യും കേട്ടോ. മുഖമൊക്കെ നീറുമൊക്കെ ചെയ്യും കേട്ടോ. ഇഞ്ചിയല്ലേ, നല്ല എരിവാന്നു. ഒന്ന് ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഈ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇഞ്ചി നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ലേ ഇത് വേവിച്ചേക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് വെന്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കാം. അപ്പോൾ ഞാൻ പുളി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിരുന്നാണല്ലോ. അപ്പോൾ നല്ല പുളി നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല പൾപ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഒന്ന് അരിച്ചൊഴിച്ചോളൂ കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ആ ഇതിനകത്ത് ഒഴിച്ചേക്കണ പുളിയൊക്കെ ഒന്ന് വെന്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഇതൊന്ന് തിളപ്പിക്കാം കേട്ടോ. പുളി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. അത് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനും. അതുപോലെ ആ സമയത്ത് നമ്മുടെ പുളിയും നന്നായിട്ട് വെന്തോളൂ കേട്ടോ. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചേർത്തിരിക്കുന്ന പുളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പാവ് കാച്ചി വെച്ചില്ലായിരുന്നോ, ആ ശർക്കര തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്നത് കുപ്പിയിൽ ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിലേക്ക് ചേർക്കാം. അപ്പം മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തന്നെ ശർക്കര ചേർക്കാം കേട്ടോ. ഈ ഇഞ്ചിക്കറിക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇഷ്ടം അനുസരിച്ചിട്ട് തന്നെ ചേർക്കാം കേട്ടോ. ഇത്ര തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ശർക്കര ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട്
ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കേ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കും കേട്ടോ. അപ്പോഴാണ് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കൂടാതെ അടുപ്പിലും കൂടെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്ന് കുറുകി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം കേട്ടോ. ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്തു. ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഈ ചട്ടിയിൽ ഇരുന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. ഇതുണ്ടോ, ഇപ്പം തന്നെ നല്ല നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലിരുന്നിട്ട് നമ്മൾ പുളി ചേർത്തിട്ടുണ്ട്, ശർക്കര ചേർത്തിട്ടുണ്ട്, ഇതെല്ലാം കുറുകുന്ന സാധനങ്ങളാട്ടോ. അപ്പോൾ ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്തിടാം. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടാക്കിയ ശേഷം 1/2 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക് കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, ഇച്ചിരി കറിവേപ്പില ഇത് ചട്ടിയിലേക്ക് ഒഴിക്കും. ഇപ്പോൾ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് നമ്മളൊരു തലേദിവസമായി തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അത് ഉണ്ടാക്കി കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഈ വിഷുവിനൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.